ഏവർക്കും സ്വാഗതം ഡിസിയർ പി എസ് സിയിലേക്ക് ദ കംപ്ലീറ്റ് പി എസ് സി യൂട്യൂബ് ചാനൽ. നമ്മൾ ഈ ക്ലാസ്സിൽ 101 മാർക്കിൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. GK ചോദ്യങ്ങളാണ്. ഇപ്പോൾ LP UP അസിസ്റ്റൻ്റ് എക്സാം എഴുതാൻ പോകുന്നവർക്കും അതുപോലെ തന്നെ 10th ലെവൽ പ്രിലിംസ് എക്സാം എഴുതാൻ പോകുന്നവർക്കും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു എക്സാം ആയിരിക്കും. കാരണം ഈ ചോദ്യങ്ങൾ 101 ചോദ്യങ്ങൾ GK ചോദ്യങ്ങളും പ്രീവിയസ് ആണ്. ഈ 101 പ്രീവിയസ് ആണ്. ക്ലിയർ ആണേ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങളൊരു പേപ്പറും പേനയും കയ്യിലെടുക്കുക. എന്നിട്ട് ഞാനൊരു ചോദ്യം വായിച്ചിട്ട് 5 സെക്കൻഡ് സമയം നിങ്ങൾക്ക് തരും. ആ 5 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുക. ഉത്തരമൊന്നും എഴുതണ്ട, ഉത്തരത്തിലേക്ക് എത്തുക. ഓക്കെ. എന്നിട്ട് ഞാൻ 5 സെക്കൻഡ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉത്തരം പറയും. ആ സമയത്ത് നിങ്ങളുടെ ഉത്തരം ശരിയാണെങ്കിൽ നിങ്ങളുടെ പേപ്പറിൽ നിങ്ങൾ 1 ഇടുക. ഓക്കെ? ശരിയാണെങ്കിൽ മാത്രം. തെറ്റാണെങ്കിൽ ഇടുവോ? തെറ്റാണെങ്കിൽ ഇടത്തില്ല. അടുത്ത ചോദ്യം ഞാൻ വായിക്കും. രണ്ടാമത്തെ ചോദ്യം വായിക്കുന്നു. 5 സെക്കൻഡ് സമയം നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ ആ സമയം എന്ത് ചെയ്യും? ഒരു ഉത്തരത്തിലേക്ക് നിങ്ങൾ അങ്ങെത്തും. എന്നിട്ട് ഞാൻ ഉത്തരം പറയുമ്പോൾ നിങ്ങളുടെ ഉത്തരം ശരിയാണെങ്കിൽ എന്ത് ചെയ്യുക? അടുത്ത് വീണ്ടും ഒരു 1 ഇടുക. ഓക്കെ? തെറ്റാണെങ്കിൽ ഇടണ്ട, ഒന്നും ചെയ്യണ്ട. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ശരി ഉത്തരങ്ങൾക്ക് മാത്രം 1 ഇട്ട് പോവുക. ഓക്കെ? ഈ 1 ഇടുമ്പോൾ ഒറ്റ ലൈനിൽ ഒരു 50-60 1 ഇട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് എണ്ണാൻ പാടായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ലൈനിൽ ഒരു 10 1 മാത്രം ഇടുക. അടുത്ത 11ാമത്തെ 1 നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ശരിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സെക്കൻഡ് ലൈനിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്ത 1 ഇടുക. അപ്പോൾ അങ്ങനെ 1 ആദ്യത്തെ ലൈനിൽ 10 കാണും, രണ്ടാമത്തെ ലൈനിൽ 10. അപ്പോൾ ആ രീതിയിൽ 1 ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് എണ്ണാൻ പറ്റും. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഉറപ്പായിട്ടും മാർക്ക് കമൻറ്റ് ചെയ്യണം. അതിനു വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് ഒരു എക്സാം എന്ന രീതിയിൽ തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തിരിക്കുന്ന ബെൽ ഐക്കനോട് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നത് എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിൽ എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് റൂൾ എന്ന് മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ വായിക്കും, 5 സെക്കൻഡ് സമയം തരും. ആ സമയത്ത് ഒരു ഉത്തരത്തിലേക്ക് എത്തുക. ഞാൻ ഉത്തരം പറയുമ്പോൾ ഉത്തരം ശരിയാണെങ്കിൽ പേപ്പറിൽ 1 ഇടുക. ക്ലിയർ ആണേ? ആദ്യത്തെ ഒരു ലൈനിൽ 10 ഇടുക. ബാക്കി ആ രീതിയിൽ ഇട്ട് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എണ്ണീട്ട് നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒട്ടും താമസിക്കുന്നില്ല. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഐക്യരാഷ്ട്ര ദിനമായി ആചരിക്കുന്നത് എന്ന്? ഐക്യരാഷ്ട്ര ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം 1945 ഒക്ടോബർ 24. ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര ദിനം. 1945 മുതലാണ് ആചരിച്ചു തുടങ്ങിയത്. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? ഉത്തരം ആര്യഭട്ട. അടുത്ത ചോദ്യം. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷം? ഉത്തരം 1809 ജനുവരി 11. അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങൾ ശരിയാണെങ്കിൽ പേപ്പറിൽ 1 ഇട്ട് പോകാൻ മറക്കരുത്. ലാസ്റ്റ് എനിക്ക് എന്ത് ചെയ്യണം? നിങ്ങളുടെ മാർക്കുകൾ കമൻറ്റ് ചെയ്ത് തരണം കേട്ടോ. അടുത്ത ചോദ്യം. ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അടുത്ത ചോദ്യം. നവോത്ഥാനത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഇറ്റലി. നവോത്ഥാനത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് ഇറ്റലിയാണ്. അടുത്ത ചോദ്യം. മനുഷ്യർ ഉപയോഗിച്ച ആദ്യ ലോഹം? ഉത്തരം ചെമ്പ്. മനുഷ്യർ ഉപയോഗിച്ച ആദ്യ ലോഹം ചെമ്പാണ്. അടുത്ത ചോദ്യം. 3ാം പാനിപത് യുദ്ധം നടന്ന വർഷം? ഉത്തരം 1761. 8ാമത്തെ ചോദ്യം. സ്മാരകശിലകൾ എന്ന നോവൽ രചിച്ചതാര്? ഉത്തരം പുനത്തിൽ കുഞ്ഞബ്ദുള്ള. സ്മാരകശിലകൾ പുനത്തിൽ കുഞ്ഞബ്ദുള്ള. 9ാമത്തെ ക്വസ്റ്റ്യൻ. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണം നടപ്പാക്കിയതാര്? ഉത്തരം CP രാമസ്വാമി അയ്യർ. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണം നടപ്പാക്കിയത് CP രാമസ്വാമി അയ്യർ. 10ാമത്തെ ചോദ്യം. മരിച്ചീനിയുടെ ശാസ്ത്രീയ നാമം? ഉത്തരം മാനിഹോട്ട് എസ്കുലൻറ്റ അല്ലെങ്കിൽ മാനിഹോട്ട് യൂട്ടിലിസിമ.
രണ്ട് പേരുകളും പഠിക്കണം കേട്ടോ, കാരണം രണ്ടും PSC കൊടുത്തിട്ടുണ്ട് ഉത്തരവായിട്ട്. മാനിഹോട്ട് എസ്കുലെൻറ്റ, ദെൻ മാനിഹോട്ട് യൂട്ടിലിസിമ, അത് ഓരോ ഇനം മരിച്ചീനിയാണ്. അപ്പോൾ രണ്ടും പഠിക്കണം കേട്ടോ. അടുത്ത ചോദ്യം, കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏത്? ഉത്തരം മിഴാവ്. കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം മിഴാവാണ്. അടുത്ത ചോദ്യം, ഹോമിയോപ്പതിയുടെ പിതാവ്? ഉത്തരം സാമുവൽ ഹാനിമാൻ. അപ്പോൾ ഹോമിയോപ്പതിയുടെ പിതാവാരെന്ന് ചോദിച്ചാൽ സാമുവൽ ഹാനിമാൻ. 13ാമത്തെ ചോദ്യം, കശുവണ്ടി കേരളത്തിൽ കൊണ്ടുവന്നത് ഏത് വിദേശികളാണ്? ഉത്തരം പോർച്ചുഗീസുകാരാണ് കശുവണ്ടി കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. 14ാമത്തെ ചോദ്യം, മാൽഗുഡി ഡേയ്സ് എന്ന കൃതി രചയിതാവാര്? മാൽഗുഡി ഡേയ്സ് എന്ന കൃതിയുടെ രചയിതാവാര്? ഉത്തരം RK നാരായണൻ. മാൽഗുഡി ഡേയ്സ് എന്ന കൃതിയുടെ രചയിതാവ് RK നാരായണൻ. അടുത്ത ചോദ്യം, ഹോർത്തൂസ് മലബാറിക്കസ് ആരുടെ സംഭാവനയാണ്? ഉത്തരം ഡച്ചുകാരുടെ സംഭാവനയായിരുന്നു ഹോർത്തൂസ് മലബാറിക്കസ്. അടുത്ത ചോദ്യം, പാക് കടലിടുക്ക് നീന്തിക്കടന്ന ഇന്ത്യക്കാരൻ? ഉത്തരം മിഹിർ സെൻ ആണ് പാക് കടലിടുക്ക് നീന്തിക്കടന്ന ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, അദ്വൈത ചിന്താ പദ്ധതി ആരുടെ കൃതിയാണ്? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. അദ്വൈത ചിന്താ പദ്ധതി ആരുടെ കൃതി എന്ന് ചോദിച്ചാൽ ചട്ടമ്പി സ്വാമികൾ. അടുത്ത ചോദ്യം, ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം? ഉത്തരം കാർബൺ ഡയോക്സൈഡ്. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം ചോദിച്ചാൽ കാർബൺ ഡയോക്സൈഡ് ആണ്. അടുത്ത ചോദ്യം, ടാൽക്കം പൗഡറിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു ഏത്? ഉത്തരം മെഗ്നീഷ്യം സിലിക്കേറ്റ്. ടാൽക്കം പൗഡറിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു മെഗ്നീഷ്യം സിലിക്കേറ്റ്. 20ാമത്തെ ചോദ്യം, സൂപ്പർസോണിക് വിമാനങ്ങളുടെ നിർമ്മിതിക്ക് ഉപയോഗിക്കുന്ന ലോഹം ഏത്? ഉത്തരം ടൈറ്റാനിയം. സൂപ്പർസോണിക് വിമാനങ്ങളുടെ നിർമ്മിതിക്ക് ഉപയോഗിക്കുന്ന ലോഹം ടൈറ്റാനിയം. അടുത്ത ചോദ്യം, അന്നപൂർണ എന്തിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്? ഉത്തരം നെല്ല്. അപ്പൊ അന്നപൂർണ നെല്ലിന്റെ ഒരു അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്. അടുത്ത ചോദ്യം, ആരുടെ ജന്മദിനമാണ് ലോക മൃഗക്ഷേമ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഫ്രാൻസിസ് അസീസിയുടെ ജന്മദിനമാണ് ലോക മൃഗക്ഷേമ ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം? ഉത്തരം 24. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം 24 ആണ്. അടുത്ത ചോദ്യം, ടൈം മെഷീൻ എന്ന ശാസ്ത്രകൃതിയുടെ കർത്താവ് ആര്? ഉത്തരം HG വെൽസ്. അപ്പൊ HG വെൽസിന്റെ കൃതിയാണ് ഏത്? ടൈം മെഷീൻ. അടുത്ത ചോദ്യം, കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം? ഉത്തരം ചിറക്കലാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, സമാധാന നോബൽ സമ്മാനം നൽകുന്നത് എവിടെ വെച്ചാണ്? ഉത്തരം ഓസ്ലോ. നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിൽ വെച്ചിട്ടാണ് സമാധാന നൊബേൽ സമ്മാനം നൽകുന്നത്. അടുത്ത ചോദ്യം, വാസ്തുഹാര എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആര്? ഉത്തരം അരവിന്ദനാണ് വാസ്തുഹാര എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത്. അടുത്ത ചോദ്യം നോക്കാം, ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന നോവൽ രചിച്ചതാര്?
ഉത്തരം ഖുശ്വന്ത് സിംഗ് ആണ്. ഖുശ്വന്ത് സിംഗ് ആണ് ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന നോവൽ രചിച്ചത്. അടുത്ത ചോദ്യം, ചാലൂക്യ രാജവംശത്തിന്റെ തലസ്ഥാനം ഏത്? ഉത്തരം വാതാപി. വാതാപിയാണ് ചാലൂക്യ രാജവംശത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 15ാം ലോക്സഭാ സ്പീക്കർ ആരായിരുന്നു? ഉത്തരം മീര കുമാർ. 15ാം ലോക്സഭാ സ്പീക്കർ മീര കുമാർ ആണ്. 15ാം ലോക്സഭാ സ്പീക്കർ മീര കുമാർ. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടം എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു? ഉത്തരം 6. പശ്ചിമഘട്ടം 6 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അടുത്ത ചോദ്യം നോക്കാം, വൈദ്യുത പ്രവാഹ തീവ്രത അളക്കുന്ന ഉപകരണം ഏത്? ഉത്തരം അമ്മീറ്റർ. അമ്മീറ്റർ ആണ് വൈദ്യുത പ്രവാഹ തീവ്രത അളക്കുന്ന ഉപകരണം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം, ബാസ്കറ്റ് ബോൾ കളിയിൽ ഒരു ഭാഗത്ത് വേണ്ട കളിക്കാരുടെ എണ്ണം എത്ര? ഉത്തരം 5. ബാസ്കറ്റ് ബോൾ കളിയിൽ ഒരു ഭാഗത്ത് വേണ്ട കളിക്കാരുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 5 ആണ്. അടുത്ത ചോദ്യം നോക്കാം, വെടിയുണ്ടയേക്കാൾ ശക്തിയുള്ളതാണ് ബാലറ്റ്. ആരുടെ വാക്കുകൾ? ഉത്തരം എബ്രഹാം ലിങ്കൺ. എബ്രഹാം ലിങ്കന്റെ വാക്കുകളാണ് വെടിയുണ്ടയേക്കാൾ ശക്തിയുള്ളതാണ് ബാലറ്റ് എന്നത്. അടുത്ത ചോദ്യം നോക്കാം, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള? ഉത്തരം പരുത്തി. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള ചോദിച്ചാൽ പരുത്തിയാണ്. അടുത്ത ചോദ്യം, ജനസംഖ്യയിൽ കേരളത്തിലെ 2ാം സ്ഥാനത്തുള്ള ജില്ല? ഉത്തരം തിരുവനന്തപുരം. ജനസംഖ്യയിൽ കേരളത്തിൽ 2ാം സ്ഥാനത്തുള്ള ജില്ല ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. അടുത്ത ചോദ്യം നോക്കാം, ഒരു വ്യക്തിയോ സ്ഥാപനമോ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിർവഹിക്കുന്നതിൽ നിന്ന് വീഴ്ച വരുത്തിയാൽ പ്രതിവിധി എന്ത്? അതായത് ഏത് റിട്ട് പുറപ്പെടുവിക്കണം, അദ്ദേഹത്തിനെതിരായിട്ട് എന്ത് റിട്ട് പുറപ്പെടുവിക്കണം എന്നാണ് ചോദ്യം. ഉത്തരം മാൻഡമസ് റിട്ട്. ഒരു വ്യക്തിയോ സ്ഥാപനമോ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ പ്രതിവിധി മാൻഡമസ് റിട്ടാണ്. അടുത്ത ചോദ്യം, പനാമ കനാൽ നിർമ്മിച്ചിട്ടുള്ളത് ഏതൊക്കെ സമുദ്രങ്ങളെ ബന്ധിപ്പിച്ചാണ്? ഉത്തരം പസഫിക്കിനെയും അറ്റ്ലാന്റിക്കിനെയും. പസഫിക്കിനെയും അറ്റ്ലാന്റിക്കിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് പനാമ കനാൽ നിർമ്മിച്ചിട്ടുള്ളത്. 40ാമത്തെ ചോദ്യം, കുരുമുളക് പരാഗണം നടത്തുന്നത് എന്തു വഴിയാണ്? ഉത്തരം ജലം. അപ്പൊ ജലത്തിലൂടെയാണ് കുരുമുളകിന്റെ പരാഗണം നടക്കുന്നുള്ള കാര്യം ഓർക്കുക. അടുത്ത ചോദ്യം, ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം ഏത്? ഉത്തരം ഫോസ്ഫറസ്. ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം ചോദിച്ചാൽ ഫോസ്ഫറസ് ആണ്. അടുത്ത ചോദ്യം നോക്കാം, മുട്ടയിടുന്ന സസ്തനി എന്നറിയപ്പെടുന്നത്? ഉത്തരം പ്ലാറ്റിപ്പസ്. പ്ലാറ്റിപ്പസ് ആണ് മുട്ടയിടുന്ന സസ്തനി എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കാം, പേരയ്ക്ക, സപ്പോർട്ട, മധുരക്കിഴങ്ങ്, തക്കാളി എന്നിവയുടെ എല്ലാം ജന്മദേശം ഏത്? ഉത്തരം മെക്സിക്കോ. അപ്പൊ മെക്സിക്കോയാണ് പേരയ്ക്ക, സപ്പോർട്ട, മധുരക്കിഴങ്ങ്, തക്കാളി എന്നിവയുടെയൊക്കെ ജന്മദേശം. അടുത്ത ചോദ്യം നോക്കാം, ഗൂർഖാലാൻഡ് എന്ന സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നടക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലാണ് ഗൂർഖാലാൻഡ് എന്ന സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നു. അടുത്ത ചോദ്യം, കേരള സർക്കാരിൻ്റെ പ്രഥമ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് ഏത് സംഗീതജ്ഞനാണ്?
ഉത്തരം ഷെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ. അപ്പോൾ ഷെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർക്കാണ് കേരള സർക്കാരിൻ്റെ പ്രഥമ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത്. 47ാമത്തെ ചോദ്യം, മംഗൾയാൻ വിക്ഷേപിച്ചത് എന്ന് തീയതിയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം 2013 നവംബർ 5. 2013 നവംബർ 5-നാണ് മംഗൾയാൻ വിക്ഷേപിച്ചത്. ക്ലിയർ ആണേ? നമ്മൾ മംഗൾയാൻ്റെ ക്ലാസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചൊവ്വയെക്കുറിച്ചുള്ള ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പറയാത്തൊരു 3 പോയിന്റുകൾ ഞാൻ ഇപ്പം പറയുവാണ്, ശ്രദ്ധിക്കുക. ഈ മംഗൾയാൻ വിക്ഷേപിച്ച സമയത്ത് ISROയുടെ ചെയർമാൻ ചോദിച്ചു കഴിഞ്ഞാൽ കെ രാധാകൃഷ്ണനാണ്. ISRO ചെയർമാൻ കെ രാധാകൃഷ്ണൻ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. ദെൻ മംഗൾയാൻ പദ്ധതിയുടെ തലവൻ ആരെന്ന് ചോദിച്ചാൽ പി കുഞ്ഞികൃഷ്ണനാണ്. മംഗൾയാൻ പദ്ധതിയുടെ തലവൻ പി കുഞ്ഞികൃഷ്ണൻ. ദെൻ ഈ മംഗൾയാൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടറുണ്ട്, അത് എസ് അരുണനാണ്. ക്ലിയർ ആണേ? അപ്പോൾ ISRO ചെയർമാൻ കെ രാധാകൃഷ്ണൻ, ആ മംഗൾയാൻ്റെ തലവൻ ചോദിച്ചാലോ പി കുഞ്ഞികൃഷ്ണനാണ്. ദെൻ മംഗൾയാൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ ചോദിച്ചാൽ എസ് അരുണനാണ്. അപ്പോൾ ഈ 3 പോയിന്റും കൂടി ആ നോട്ടിൻ്റെ കൂടെ ഒന്ന് ചേർക്കുക. ക്ലാസ് കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് ക്ലാസ് കാണുക. 48ാമത്തെ ചോദ്യം, മിനറൽ ഓയിൽ എന്തിൽ നിന്നാണ് വേർതിരിക്കുന്നത്? ഉത്തരം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. അപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നാണ് മിനറൽ ഓയിൽ വേർതിരിച്ചെടുക്കുന്നത്. 49ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം ന്യൂഡൽഹി. അപ്പോൾ ഡൽഹിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, 50ാമത്തെ ചോദ്യം, തെക്ക് പടിഞ്ഞാറൻ കാറ്റിനെ മൺസൂൺ എന്ന് വിളിച്ചതാര്? ഉത്തരം അറബികളാണ്. അറബികളാണ് തെക്ക് പടിഞ്ഞാറൻ കാറ്റിനെ മൺസൂൺ എന്ന് വിളിച്ചത്. അടുത്ത ചോദ്യം, വോട്ട് മഷിയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു ഏത്? ഉത്തരം സിൽവർ നൈട്രേറ്റ് ആണ്. വോട്ട് മഷിയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുവാണ് സിൽവർ നൈട്രേറ്റ്. അടുത്ത ചോദ്യം, ശരീരത്തിലെത്തുന്ന വിറ്റാമിനുകളും ധാതു ലവണങ്ങളും ഇരുമ്പിൻ്റെ അംശങ്ങളും സംഭരിച്ചു വയ്ക്കുന്ന അവയവം ഏത്? ഉത്തരം കരളാണ്. അപ്പം കരളിലാണ് ശരീരത്തിലെത്തുന്ന വിറ്റാമിനുകളും ധാതു ലവണങ്ങളും ഇരുമ്പിൻ്റെ അംശങ്ങളൊക്കെ സംഭരിച്ചു വയ്ക്കുന്നത്. അടുത്ത ചോദ്യം, ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന കൃതി രചിച്ചതാര്? ഉത്തരം ലൂയിസ് കാരോൾ. അപ്പോൾ ലൂയിസ് കാരോൾ ആണ് ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന കൃതി രചിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ 6ാമത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം മഞ്ചേരി. കേരളത്തിലെ 6ാമത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് എവിടെയാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരം മഞ്ചേരിയിലാണ് കേട്ടോ, മഞ്ചേരി. അടുത്ത ചോദ്യം, നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി ഏത് രാജ്യത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയാണ്? ഉത്തരം മ്യാൻമർ. അപ്പോൾ മ്യാൻമറിന്റെ രാഷ്ട്രീയ പാർട്ടിയാണേത്? ഈ നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി എന്നുള്ളത്. അടുത്ത ചോദ്യം, ഒരു കൊയർ എത്ര എണ്ണമാണ്? ഉത്തരം 24. ഒരു കൊയർ എന്ന് പറഞ്ഞാൽ 24 എണ്ണമാണ്. അടുത്ത ചോദ്യം, ഒരു ദിവസം എത്ര തവണ സമുദ്രജലം ഉയരുകയും താഴുകയും ചെയ്യും? ഉത്തരം 2 തവണ. ഒരു ദിവസം 2 തവണയാണ് സമുദ്രജലം ഉയരുകയും താഴുകയും ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആര്? ഉത്തരം എസ് മണികുമാർ. എസ് മണികുമാറാണ് നിലവിലെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം? ഉത്തരം ബോംബെ സമ്മേളനം. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോംബെ സമ്മേളനമാണ്. അടുത്ത ചോദ്യം, 35ാമത് ദേശീയ ഗെയിംസ് നടന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം കേരളം. അപ്പൊ കേരളത്തിലാണ് 35ാമത് ദേശീയ ഗെയിംസ് നടന്നത്. അടുത്ത ചോദ്യം,
ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയ വിപ്ലവകാരി ആര്? ഉത്തരം ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗ് ആണ് ആദ്യമായിട്ട് ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കിയത്. 62ാമത്തെ ചോദ്യം നോക്കിയാലോ. ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സെമി ഫൈനലിലെത്തിയ ആദ്യ കേരളീയ വനിത? ഉത്തരം ഷൈനി വിൽസൺ. അപ്പോൾ ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സെമി ഫൈനലിലെത്തിയ ആദ്യ കേരള വനിതയെന്നോ മലയാളി വനിതയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഷൈനി വിൽസൺ ആണ്. അടുത്ത ചോദ്യം, കേരള നിയമസഭയുടെ എത്രാമത്തെ സ്പീക്കർ ആയിരുന്നു എൻ ശക്തൻ? ഉത്തരം 21. കേരള നിയമസഭയുടെ 21ാമത്തെ സ്പീക്കർ ആയിരുന്നു എൻ ശക്തൻ. 64ാമത്തെ ചോദ്യം, ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ആര്യഭട്ട. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതില്ലേ, നേരത്തെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എന്നായിരുന്നു. ഇപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം. ഉപഗ്രഹം എന്ന് ചോദിച്ചാലും കൃത്രിമ ഉപഗ്രഹം എന്ന് ചോദിച്ചാലും എല്ലാം ഏത് തന്നെയാണ്? ആര്യഭട്ട. നമ്മുടെ ഭൂമിക്ക് ഒരു ഉപഗ്രഹമേ ഉള്ളൂ, അത് ചന്ദ്രനാണ്. അപ്പോൾ ബാക്കി നമ്മൾ വിക്ഷേപിക്കുന്ന എല്ലാ ഉപഗ്രഹങ്ങളും കൃത്രിമ ഉപഗ്രഹങ്ങളാണ്. അതിനെ നമുക്ക് എന്തും പറയാം, ഉപഗ്രഹം എന്നും പറയാം. അപ്പം അങ്ങനെയാണ് ഈ ചോദ്യം വന്നത്. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം ആര്യഭട്ട. ക്ലിയർ ആണേ? നോക്കാം. അടുത്ത ചോദ്യം, 12ാമത് ദക്ഷിണ ഏഷ്യൻ ഗെയിംസിൽ കൂടുതൽ സ്വർണം നേടിയ രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. അപ്പോൾ 12ാമത് ദക്ഷിണേഷ്യൻ ഗെയിംസിൽ കൂടുതൽ സ്വർണം നേടിയ രാജ്യം ഇന്ത്യയാണ്. അടുത്ത 63ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ? ഉത്തരം രംഗനാഥ മിശ്രയാണ്. ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. അടുത്ത ചോദ്യം, പിൻകോഡ് സമ്പ്രദായം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം? ഉത്തരം 1972 ഓഗസ്റ്റ് 15-നാണ്. അപ്പോൾ 72 ഓഗസ്റ്റ് 15-നാണ് പിൻകോഡ് സമ്പ്രദായം ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. 68ാമത്തെ ചോദ്യം, ഭൂമിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു ലോഹം? അതായത് ഓപ്ഷൻ തരാം: മെഗ്നീഷ്യം, കാൽസ്യം, സ്വർണം, വെള്ളി. ഉത്തരം സ്വർണമാണ്. അപ്പോൾ ഭൂമിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? സ്വർണമാണ്. അടുത്ത ചോദ്യം, ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ്? ഉത്തരം അറ്റോമിക സംഖ്യ, അറ്റോമിക് നമ്പറാണ്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അതിൻ്റെ അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ അറ്റോമിക സംഖ്യ. 70ാമത്തെ ചോദ്യം, 20,000 ഹെർട്സിൽ കൂടിയ ആവൃത്തിയുള്ള ശബ്ദമാണ്? ഉത്തരം അൾട്രാസോണിക് ശബ്ദം. അൾട്രാസോണിക് ശബ്ദമാണ് 20,000 ഹെർട്സിൽ കൂടിയ ആവൃത്തിയുള്ള ശബ്ദങ്ങൾ. 71ാമത്തെ ചോദ്യം, ആദ്യമായി സൈന്യത്തിൽ ശമ്പളം നിശ്ചയിച്ച് നൽകാൻ തുടങ്ങിയ ഭരണാധികാരി ആര്? ഉത്തരം അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജിയാണ് ആദ്യമായിട്ട് സൈന്യത്തിൽ ശമ്പളം നിശ്ചയിച്ച് നൽകാൻ വേണ്ടി തീരുമാനിച്ച ഭരണാധികാരി. അടുത്ത ചോദ്യം, ദേശീയ സാങ്കേതിക ദിനം എന്ന്? ഉത്തരം മെയ് 11. ദേശീയ സാങ്കേതിക ദിനം ചോദിച്ചാൽ മെയ് 11. അടുത്ത ചോദ്യം, ഇറാഖ് അധിനിവേശത്തിൽ തകർക്കപ്പെട്ടത് ഏത് സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങളാണ്? ഉത്തരം മെസ്സപ്പൊട്ടോമിയൻ. മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഇറാഖ് അധിനിവേശത്തിൽ തകർക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, ഗ്ലോബൽ വാച്ച് എന്നത് എന്ത് സംഘടനയാണ്? ഉത്തരം മനുഷ്യാവകാശ സംഘടന. ഓക്കെ, ഗ്ലോബൽ വാച്ച് എന്നത് ഒരു മനുഷ്യാവകാശ സംഘടനയാണ്. അടുത്ത ചോദ്യം, ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരു അഗ്നിയായിരുന്നു ലോകമഹായുദ്ധം എന്ന് പറഞ്ഞതാര്? ഉത്തരം HG വെൽസ് ആണ്. അപ്പൊ HG വെൽസ് ആണ് ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരു അഗ്നിയായിരുന്നു ലോകമഹായുദ്ധം എന്ന് പറഞ്ഞത്.
ഇദ്ദേഹത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നല്ലോ, എന്താണ്? ടൈം മെഷീൻ എന്ന കൃതി എഴുതിയായിരുന്നു ചോദിച്ചാലും H.G. വെൽസ് ആണ്. അടുത്ത ചോദ്യം, സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ. ഉത്തരം മുഖർജി കമ്മീഷൻ. അപ്പോൾ മുഖർജി കമ്മീഷനാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയ കമ്മീഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, നിർവാചൻ സദൻ ഏതിന്റെ ആസ്ഥാനമാണ്? ഉത്തരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനമാണേത്? നിർവാചൻ സദൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ പെട്രോളിയം ഖനനം ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം ഏത്? ഉത്തരം അസം. അസാമിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ആരംഭിച്ചത്. ആരംഭിച്ച സംസ്ഥാനം. അടുത്ത ചോദ്യം, ഏഷ്യയെ ആഫ്രിക്കയിൽ നിന്നും വേർതിരിക്കുന്ന ജലപാത ഏതാണ്? ഉത്തരം സൂയസ് കനാൽ. അപ്പൊ സൂയസ് കനാലാണ് ഏഷ്യയെ ആഫ്രിക്കയിൽ നിന്നും വേർതിരിക്കുന്ന ജലപാത. അടുത്ത ചോദ്യം, ഏഷ്യയെ ആഫ്രിക്കയിൽ നിന്നും വേർതിരിക്കുന്ന കടൽ ഏതാണ്? കടൽ. ഉത്തരം നോക്കാം, ചെങ്കടലാണ്. റെഡ് സീ ആണ് ഏഷ്യയെ ആഫ്രിക്കയിൽ നിന്നും വേർതിരിക്കുന്ന കടൽ. ചോദിച്ചു കഴിഞ്ഞാൽ ചെങ്കടൽ. അടുത്ത ചോദ്യം, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി? ഉത്തരം ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. അടുത്ത ചോദ്യം, ആരുടെ അനുയായിയായിരുന്നു മീരാബെൻ? ഉത്തരം ഗാന്ധിജി. ഗാന്ധിജിയുടെ അനുയായിയായിരുന്നു മീരാബെൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറിയായ നാഷണൽ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറിയായ നാഷണൽ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത്. 84ാമത്തെ ചോദ്യം, CAG കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. CAGയുടെ കാലാവധി എത്ര വർഷമാണ്? ഉത്തരം 6 വർഷം. CAGയുടെ കാലാവധി എത്ര വർഷം എന്ന് ചോദിച്ചാൽ 6 വർഷമാണ്. 85ാമത്തെ ചോദ്യം, പാർലമെന്റ് അംഗമല്ലാത്ത ഒരാൾ മന്ത്രിസഭയിൽ അംഗമായാൽ അയാൾ എത്ര കാലത്തിനുള്ളിൽ പാർലമെന്റ് അംഗമായിരിക്കണം? ചോദ്യം ഒന്നുകൂടി, പാർലമെന്റ് അംഗമല്ലാത്ത ഒരാൾ മന്ത്രിസഭയിൽ അംഗമായാൽ അയാൾ എത്ര കാലത്തിനുള്ളിൽ പാർലമെന്റ് അംഗമായിരിക്കണം? ഉത്തരം 6 മാസം. 6 മാസത്തിനുള്ളിൽ അയാൾ അംഗമായിരിക്കണം. 86ാമത്തെ ചോദ്യം, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ADB. ഉത്തരം മനില. ഫിലിപ്പീൻസിന്റെ തലസ്ഥാനമായ മനിലയിലാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ADBയുടെ ആസ്ഥാനം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ മൃഗശാല എവിടെയാണ് സ്ഥാപിതമായത്? ഉത്തരം ചെന്നൈ. ചെന്നൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാല സ്ഥാപിതമായത്. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ സംസ്ഥാനത്ത് നിയമബിരുദം നേടിയ ആദ്യ വനിത ആര്? ഉത്തരം അന്നാ ചാണ്ടി. അന്നാ ചാണ്ടിയാണ് തിരുവിതാംകൂർ സംസ്ഥാനത്ത് നിയമബിരുദം നേടിയ ആദ്യ വനിത എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ലോണ ഏത് കളിയുമായി ബന്ധപ്പെട്ട പദമാണ്? ഉത്തരം കബഡി. അപ്പം ലോണയും റൈഡറും കബഡിയുമായി ബന്ധപ്പെട്ട പദങ്ങളാണെന്ന് ഓർക്കുക. 90ാമത്തെ ചോദ്യം, യോഗ താരാവലി ആരുടെ ഗ്രന്ഥമാണ്? ഉത്തരം ശങ്കരാചാര്യർ. അപ്പൊ യോഗ താരാവലി ആരുടെ ഗ്രന്ഥമെന്ന് ചോദിച്ചാലോ ശങ്കരാചാര്യരുടെ ആണ്. അടുത്ത ചോദ്യം, ഗുരുത്വാകർഷണ ബലം ഏറ്റവും കുറവ് എവിടെയാണ്? ഭൂമിയിൽ. ഉത്തരം ഭൂകേന്ദ്രത്തിലാണ് ഗുരുത്വാകർഷണ ബലം ഏറ്റവും കുറവെന്ന് പറയുന്നത്. ക്ലിയർ ആണേ? നോക്കാം. അടുത്ത ചോദ്യം, ലോക കൊതുക് ദിനം എന്നാണ്?
ഉത്തരം ഓഗസ്റ്റ് 20. ഓഗസ്റ്റ് 20 ലോക കൊതുക് ദിനം. സദ്ഭാവനാ ദിനം എന്നു ചോദിച്ചാലും ഓഗസ്റ്റ് 20. രാജീവ് ഗാന്ധിയുടെ ജന്മദിനമാണ് ഓഗസ്റ്റ് 20. അതുകൊണ്ടാണ് സദ്ഭാവന ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ലോക കൊതുക് ദിനം ചോദിച്ചാലും ഓഗസ്റ്റ് 20. അടുത്ത ചോദ്യം, ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ആരായിരുന്നു? ഉത്തരം ലൂയി 16. ഫ്രഞ്ച് വിപ്ലവ സമയത്തെ ഫ്രാൻസിലെ ചക്രവർത്തി ആരെന്ന് ചോദിച്ചാൽ ലൂയി 16. 94ാമത്തെ ചോദ്യം, കറുപ്പ് വ്യാപാരം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ചൈന. ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏത്? ഈ കറുപ്പ് വ്യാപാരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ്? ഉത്തരം ശ്രീമതി കെ ശൈലജ. ശൈലജ ടീച്ചറാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി എന്ന് പറയുന്നത്. കെ ശൈലജ ടീച്ചറാണ്. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, ഹൈഡ്രജൻ കണ്ടുപിടിച്ചതാര്? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. അടുത്ത ചോദ്യം, ഹൈഡ്രജന് ആ പേര് നൽകിയതാര്? ഉത്തരം അന്റോണിയോ ലാവോസിയെ. അപ്പോൾ ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്, ഹൈഡ്രജൻ ആ പേര് നൽകിയത് അന്റോണിയോ ലാവോസിയാണ്. അന്റോണിയോ ലാവോസിയാണ് ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ്. മോഡേൺ കെമിസ്ട്രിയുടെ പിതാവ് ചോദിച്ചാലും അന്റോണിയോ ലാവോസിയാണ്. കെമിസ്ട്രിയുടെ പിതാവ് റോബർട്ട് ബോയിലാണ് കേട്ടോ. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്, ഹൈഡ്രജൻ ആ പേര് നൽകിയത് അന്റോണിയോ ലാവോസിയെ. അന്റോണിയോ ലാവോസിയാണ് ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ്. രസതന്ത്രത്തിൻ്റെ പിതാവ് റോബർട്ട് ബോയിൽ. അടുത്ത് പറയുന്നു, ആരുടെ മന്ത്രിയായിരുന്നു ചാണക്യൻ? ഉത്തരം ചന്ദ്രഗുപ്ത മൗര്യൻ. ചന്ദ്രഗുപ്ത മൗര്യന്റെ മന്ത്രിയായിരുന്നു ആര്? ചാണക്യൻ എന്നുള്ള കാര്യം ഓർക്കാം. അടുത്ത് പറയുന്നു, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ആരുടെ വാക്കുകളാണ് അല്ലെങ്കിൽ വരികളാണ്? ഉത്തരം കുമാരനാശാൻ. കുമാരനാശാന്റെ വരികളാണ് സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. 100ാമത്തെ ചോദ്യം, HS പ്രണോയി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബാഡ്മിൻ്റൺ. അപ്പം HS പ്രണോയി ബാഡ്മിൻ്റൺ എന്ന കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഏറ്റവും അവസാനം നമ്മുടെ ചോദ്യം 101ാമത്തെ ചോദ്യം പറയുന്നു, ശ്രദ്ധിക്കുക. മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചതാര്? ഉത്തരം ചെങ്കിസ് ഖാൻ. ചെങ്കിസ് ഖാനാണ് മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത്. അപ്പോൾ നമ്മൾ 101 മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റാണ് കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് ആ ഒന്നുകളുടെ എണ്ണമെല്ലാം കൗണ്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലത്തെ മോക്ക് ടെസ്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. മോക്ക് ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞാലേ ഇനി മോക്ക് ടെസ്റ്റ് ഇടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടെന്ന് തോന്നിയിട്ടല്ലേ ഇട്ടിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രയോജനമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വ്യത്യസ്തമായ ടോപ്പിക്കിൽ നമുക്ക് വീണ്ടും കാണാം. കാണുമ്പോഴേക്കും നന്ദി.